ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കിച്ചണിൽ ഇന്ന് പൂരി വിശേഷമാണ്. അപ്പോൾ ഞാൻ പൂരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പൂരിക്ക് കോമ്പിനേഷനായിട്ട് ഇവിടെ ബീഫ് കറിയാണ്, ബീഫ് റോസ്റ്റാണുള്ളത്. നമ്മൾ പൂരി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ പൂരി എൻ്റെ ബീഫ് റോസ്റ്റ് ഇവിടെ നന്നായിട്ട് നല്ല റോസ്റ്റ് പരുവത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പൂരി നമുക്ക് ചുടുന്നത് രാവിലെയൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴെങ്കിലും പൂരിയും ചപ്പാത്തിയും ഒക്കെ വീട്ടിൽ നിന്ന് പരത്തി ചുടാറുള്ളൂ. അത് പലർക്കും ഭയങ്കര ടാസ്ക്കാണ് ഇത് പരത്തി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പരത്തുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരാനൊക്കെ വേണമെങ്കിൽ ചൂടുവെള്ളം കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കി വെക്കാം. അപ്പോൾ പൂരി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ ഇതായി ഇങ്ങനെ പൂരി കരിഞ്ഞു പോകും. കരിഞ്ഞു ഗൈസ്. അപ്പോൾ ഇങ്ങനെ കരിഞ്ഞ സാധനം കുറച്ച് കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടിച്ചു തിന്നാൻ നല്ല രസമല്ലേ. പൂരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറിയൊന്നും ഇല്ലാതെ എനിക്കിങ്ങനെ കടിച്ചു തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പൂരിക്ക് നല്ല സോഫ്റ്റ് ഇഷ്ടു ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ ബീഫ് റോസ്റ്റാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പൂരിക്ക് എന്ത് കൂട്ടാനാണ് ഏറ്റവും ഇഷ്ടം? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ മാവ് കുഴക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ സോഫ്റ്റ് ആവാൻ എണ്ണയൊക്കെ കൂട്ടി കുഴച്ചാൽ മതി. അല്ലെങ്കിൽ ഈ പഴം കൂട്ടി കുഴച്ചാലും സോഫ്റ്റ് ആവും. അല്ലെങ്കിൽ മുട്ട ഒഴിച്ചിട്ട് ചില ആൾക്കാർ ആക്കാറുണ്ട്. ഞാനിതൊരു ആക്കി നോക്കിയിട്ടില്ല. എന്തായാലും സോഫ്റ്റ് ആവാൻ ഇത്രയും കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ രാവിലെ ഈ കുഴക്കുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുണ്ടെങ്കിൽ തലേന്ന് കുഴച്ച് നമ്മളുടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നൈസായിട്ട് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ അത് നല്ല ഒരു പരിപാടിയാണ്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ കുഴച്ചതാണ്. എനിക്ക് കുറച്ച് പൂരിയല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ പൂരി ആകുമ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എനിക്ക് നല്ല വിശപ്പായി. അപ്പോൾ ഞാൻ പൂരി കഴിക്കുകയാണ്. നമ്മളുടെ ബീഫ് നല്ല സോഫ്റ്റാണ്, നമ്മളുടെ പൂരിയും നല്ല സോഫ്റ്റാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര കൊള്ളി പോലെ ഇരിക്കും. അതൊക്കെ ആ കൊള്ളി പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാനാണ് ഇഷ്ടം രാവിലെ ആണെങ്കിലും ഒക്കെ? അപ്പോൾ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താൻ ആഗ്രഹമുണ്ടോ? എന്തൊക്കെ റെസിപ്പീസാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും പുതിയ റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.